മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. കുഴക്കട്ട എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ, കുറച്ച് മധുരമൊക്കെ ഉള്ള ഒരു 4 മണി പലഹാരമാണ് ഇത്. അപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടമാണ്, വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഈ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു വലിയ കപ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മാവ് നിങ്ങളുടെ ഇഷ്ടത്തിന്, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് മാവ് എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയും ശർക്കരയും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണേ. ഇതിനകത്ത് ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ 2-3 ഏലക്ക നന്നായിട്ട് പൊടിച്ചിട്ട് ഈ തേങ്ങയുടെ ഈ ഒരു മിക്സിനകത്ത് ചേർക്കണേ. ഞാൻ ഇതിനകത്ത് ഈ തേങ്ങയ്ക്കകത്തോട്ട് ഞാനൊരു സ്വല്പം ഒരു സ്പൂൺ അവലും കൂടെ ചേർക്കുകയാണേ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ്. ആ അവല് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ തേങ്ങയും ശർക്കരയും മാത്രം ചേർത്താലും മതി കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് തിളച്ച വെള്ളമാണ്, നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുകയാണ്. അത് ഈ മാവിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണേ. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണേ, അല്ലാതെ പച്ച വെള്ളത്തിൽ ഇത് കുഴയ്ക്കരുത് കേട്ടോ. ഈ മാവ് ശരിയാകത്തില്ല. അന്നേരം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ആണേലും ഇതുപോലെ തിളച്ച വെള്ളം കൊണ്ടല്ലേ നമ്മൾ ഈ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്, അതുപോലെ വേണം ഇതിനും ചെയ്യാനേ. ഇടിയപ്പം ആണേലും ഇലയടയാണേലും എല്ലാത്തിനും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് കുക്കിംഗ് ഒന്നും ഒട്ടും അറിയാൻ വയ്യാത്ത ഒരു സമയത്തുണ്ടല്ലോ, ഞാൻ ഇതുപോലെ പച്ചവെള്ളമൊക്കെ കോരി ഒഴിക്കുമായിരുന്നേ. എന്നിട്ട് അതൊന്നും ശരിയാകാതെ എല്ലാം ഫ്ലോപ്പായി പോയൊരു സമയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്മമാരോടൊക്കെ വിളിച്ച് ചോദിച്ച് എന്താ എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്നൊക്കെ, അങ്ങനെ പഠിച്ചാണ് നമ്മൾ കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത് കേട്ടോ. കുക്കിംഗ് തുടങ്ങുന്ന കുട്ടികൾ ആദ്യം ഒന്ന് ഫ്ലോപ്പായെങ്കിൽ അയ്യോ എനിക്ക് അറിയില്ല അങ്ങനൊന്നും പറഞ്ഞ് മാറണ്ട കേട്ടോ. എല്ലാവരും ഇങ്ങനെയാ തുടക്കം. ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ അത് ചെയ്തങ്ങ് പഠിച്ചാൽ മതി, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് നമ്മൾ ഇത് കുഴച്ചെടുക്കണേ. പെട്ടെന്ന് ഒരുപാട് അങ്ങ് ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് ശരിയാകാതെ വരും. ഒരു സ്വല്പം വെള്ളം കൂടിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഒരു സ്വല്പം മാവും കൂടെ അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ല തിളച്ച വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചേക്കുന്നത്, പെട്ടെന്ന് കൈയിട്ടാൽ കൈ പൊള്ളും കേട്ടോ. അതുകൊണ്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ കൈ കൊണ്ടും കൂടെ ഒന്ന് കുഴച്ചെടുക്കുവേ. അപ്പോൾ ആ കറക്റ്റ് ആ ഒരു ഫോമിലിങ്ങി കിട്ടും. ഈ മാവ് ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കൈ കൊണ്ട് ഇത് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നേരത്തെ സ്പൂണിട്ട് കുഴച്ച് എന്താണെന്ന് വെച്ചാൽ നല്ല ചൂട് വെള്ളമല്ലേ, അപ്പം കൈ പൊള്ളും. കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാൽ നല്ല ഭംഗിയായിട്ട് വരുവേ. നാളെ ഇലയുടെ ഉണ്ടാക്കിയപ്പോഴും ഞാൻ കാണിച്ചു തന്നായിരുന്നു ഇതുപോലെ. ആ സെയിം മാവ് തന്നെ കേട്ടോ ഇതും. ഇതിനകത്ത് ഞാനിപ്പം പ്രത്യേകിച്ച് ഒന്ന് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അവലുണ്ടല്ലോ, അവലും കൂടെ ഞാൻ ചേർത്ത് അപ്പം വേറൊരു ടേസ്റ്റ് വരും ഇടയ്ക്ക്. പിന്നെ ചിലരിതിനകത്ത് പഴം അരിഞ്ഞിടും ഈ തേങ്ങയുടെ കൂടെ, പക്ഷെ ഞാനിപ്പം പഴം ചേർക്കുന്നില്ല. ചിലർക്ക് അത് ഇഷ്ടമാകത്തില്ലേ, ചിലർക്ക് ഇഷ്ടമാകും. ഇതെല്ലാം നമ്മുടെ ഓരോ ടേസ്റ്റിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പം കണ്ടോ മാവ് നല്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയേക്കുന്നത്. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ വരണം, അല്ലാതെ വെള്ളം കൂടിയാൽ ഒരിക്കലും ഇത് കിട്ടത്തില്ലേ. ഇത് കണ്ടോ, ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കൈ ഉണ്ടാൽ ഇതിങ്ങനെ ലൂസായി പോകരുത്. അതാണ് ഈ മാവിൻ്റെ പരുവം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ മിക്സ്, ഞാൻ അവിലിട്ടിട്ട് ഇത് മിക്സ് ചെയ്തില്ലായിരുന്നേ, ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് അവിലേ ഇട്ടുള്ളൂ, ഒരുപാട് ഇട്ടില്ല ഞാൻ. അപ്പം ഞാനൊരു സ്പൂൺ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് അവിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 2 സ്പൂൺ ഇടാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. 4 മണിക്കൊക്കെ ഇതൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി ഇത് ചെറിയ ഉരുളകളാക്കണേ. ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കണേ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചിലർക്ക് ഈ ശർക്കരയെക്കാട്ട് ഇഷ്ടം പഞ്ചസാരയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പഞ്ചസാര കൊണ്ടാണേലും നമുക്ക് ഇതുണ്ടാക്കാം കേട്ടോ. എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഇഷ്ടം. പിന്നെ ഇവിടെ എല്ലാവർക്കും ശർക്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നത്. എന്നിട്ട് ഇതായത് ഇങ്ങനെ അങ്ങ് കവർ ചെയ്താൽ മതിയേ. എന്നിട്ട് അതൊന്ന് ഷേപ്പാക്കി വെച്ചേക്കണേ. ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഭംഗിയും കൂടെ വേണം കേട്ടോ. നമുക്ക് കുക്കിംഗ് അറിയായിരിക്കും,
അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പം കണ്ടോ നല്ലപോലെ ഒരു ഭംഗിയായിട്ട് കിട്ടി കേട്ടോ. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഉരുട്ടിയെടുക്കണം. ഈ സെയിം മാവ് കൊണ്ടാണ് കേട്ടോ ഇത് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കി കേട്ടോ. അന്ന് ഞാനിതുപോലെ പച്ചവെള്ളം എടുത്ത് ഒഴിച്ചു. അന്ന് എനിക്ക് അറിയില്ല, കുക്കിംഗ് ഒന്നും വലുതായിട്ട് അറിയത്തില്ല. അതായത് ഞാൻ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിത് എടുത്തു. എനിക്ക് താല്പര്യമുണ്ട് ഉണ്ടാക്കിയൊക്കെ എടുക്കാൻ. പക്ഷേ അത് പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് അത് മൊത്തം കുളമായി പോയി കേട്ടോ. പിന്നെ ഞാൻ അമ്മയോടൊക്കെ ചോദിച്ച് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ അത് 2-3 പ്രാവശ്യം ചെയ്തതിന് ശേഷം എനിക്കൊന്ന് അത് കറക്റ്റായിട്ട് കിട്ടി തുടങ്ങിയത്. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ആദ്യത്തെ കുക്കിംഗ് ഒക്കെ ഫ്ലോപ്പായാലൊന്നും ആരും നിരാശപ്പെടണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അടയും ഇതുപോലത്തെ കുഴക്കട്ടയൊക്കെ. ഇനി ഞാനിതെല്ലാം ഒന്ന് ഉരുട്ടി ഇതുപോലെ എടുക്കട്ടെ. ഈ ശർക്കര ഇങ്ങനെ നമ്മൾ പിന്നെ എപ്പോഴും കൈ കഴുകി ഇങ്ങനെ ഇരിക്കണേ. നമ്മൾ ഈ ശർക്കര എടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് പിന്നെ ഉരുട്ടുമ്പോൾ ആ ശർക്കരയുടെ കുറച്ചൊരു ഇതിൻ്റെ മേളിൽ പറ്റുവേ. അല്ലെ നമ്മൾ കൈ കഴുകി എപ്പോഴും നിൽക്കണം. അത് ചിലപ്പോൾ അങ്ങ് ബുദ്ധിമുട്ടാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നോക്കാമല്ലേ. കണ്ടോ ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിപ്പോൾ അത്രയും മാവ് ഞാൻ എടുത്തപ്പോൾ 6 കുഴക്കട്ട എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എന്തേലും ഉണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മാവ് എടുത്താൽ മതി. ഇത് ഞാൻ വലിയൊരു കപ്പ്, ചെറിയ കപ്പല്ല കേട്ടോ, കുറച്ചുകൂടെ വലിയൊരു ടൈപ്പ് കപ്പില്ലേ, ആ കപ്പിന് 1 കപ്പ് മാവാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് വെച്ചിട്ട് ആവി കയറ്റിയെടുത്താൽ മതിയേ. ഞാനിപ്പം ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഈ പാത്രത്തിലേക്ക് ഇത്രയും വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 കപ്പ് വെള്ളമുണ്ട്. എന്നിട്ട് ഇതുപോലെ ഈ പാത്രം അങ്ങ് വെച്ച് കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കുഴക്കട്ട അങ്ങ് പെറുക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിക്കോളും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല തിളച്ച വെള്ളം കൊണ്ടല്ലേ മാവ് കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ആ മാവ് കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്, മനസ്സിലായേ. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് നല്ല സ്റ്റീം വന്നു കഴിഞ്ഞ് 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടിക്കോളുവേ. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളിതിവിടെ വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടേ. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. നല്ല ആവി പറക്കുന്ന ചൂട് കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് 4 മണിക്ക് പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ, പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂടോടെ ഇത് കഴിച്ചാൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു സാധനമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. 4 മണിക്ക് മാത്രമല്ല, ചിലർ രാവിലെയൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഒരു ഡേ ഉണ്ട്, ഈ കുഴക്കട്ട ശനി എന്ന് പറയും. അതെ, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്